എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സുഖം വേറെ എവിടെ പോയാലും കിട്ടൂലല്ലേ. മുമ്പ് എൻ്റെ അമ്മ ഇപ്പം ആരെങ്കിലും എന്നെ ചീത്തറിയുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ. എന്നിട്ട് ആ ദേഷ്യത്തിൽ അളാമ്മൻ്റെ വീട്ടിക്കോ അമ്മൻ്റെ വീട്ടിക്കോ നിൽക്കാൻ പോകും. അപ്പോഴാണ് എനിക്ക് ആ നെക്നെസ് സത്യം മനസ്സിലാവില്ല. എത്രയൊക്കെ ചീത്ത അറിഞ്ഞാലോ എങ്ങനെയൊക്കെ ആയാലും ഉമ്മല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. എന്നിട്ട് നിൽക്കാൻ പോയിക്കാണ്ട് ഒരു ദിവസം പോലും ഞാൻ തയ്ച്ചു നിൽക്കൂല. അതിൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാലും ഉമ്മല്ലാതെ ഞാൻ എങ്ങനെ നിൽക്കും എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നമുള്ള പോലെ തോന്നിയില്ല. എന്താണെന്നറിയില്ല, ചിലപ്പം കുട്ടിമോ ഉള്ളതുകൊണ്ടേക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ കുട്ടിമോ തിരിച്ച് ഖത്തർക്ക് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെക്കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്നുള്ളത്. എന്നെക്കൊണ്ട് അവിടെ തീരെ നിൽക്കാൻ പറ്റണില്ലായിരുന്നു. അന്ന് രാത്രി ഒന്നും എനിക്ക് ഒട്ടും അവിടെ നിൽക്കാൻ പറ്റണില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ച് കരയായിരുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കണ്ട്. പിറ്റേ ദിവസം എൻ്റെ ഉമ്മയും കാക്കിയും വന്നിക്കാണ്ട് എന്നെ കൊണ്ടുപോയി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരണല്ലോ, കാരണം അതും നമ്മുടെ വീടാണല്ലോ. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. എന്നിട്ട് വന്നാൽ പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവാൻ കൂട്ടാക്കൂല. എന്തോ എനിക്ക് അവിടെ എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെയായിരുന്നു. കുട്ടിമോ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ഉമ്മ ഇല്ലാതെ എവിടെയും പോയി നിൽക്കാത്തൊരാളാണ്. സിൻസിൻ്റെ വീട്ടിക്കോ ഉമ്മാൻ്റെ വീട്ടിക്കോ വിരുന്ന് പോലും പോലില്ല ഉമ്മ ഇല്ലെങ്കിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ, അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് ഉമ്മ അല്ലെങ്കിൽ കുട്ടിമോനോ ഇവരുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം. ഇപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നിൽക്കാൻ വന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണല്ലോ എന്നുള്ളത് ആലോചിച്ചു. പോണിൻ്റെ ഒരാഴ്ച മുന്നേ തുടങ്ങാത്തൊരു വിഷമവും സങ്കടവും ഫുഡ് കഴിക്കാൻ തോന്നായി നല്ല സന്തോഷത്തോടെ പോകുന്ന ഒരു ദിവസം ഉണ്ടാവലുണ്ട്. കുട്ടിമോൻ ഖത്തറിന്ന് തിരിച്ചു വരുന്ന ദിവസം ആകുമ്പോഴും കുട്ടിമോനെ കൂടെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോഴുമാണ്. ഒരുവിധം കല്യാണം കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ആയിക്കാരും. എന്നാലും ചിലവരുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കണേക്കാട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നോല്.